പിന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക ഇവിടെ. നമുക്ക് യു ആർ എ ഹെൽപ്ഫുൾ എ അസിസ്റ്റന്റ് ഫോർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഓൺലി പ്രൊവൈഡ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് പ്രിസൈലി. നമ്മൾ ചോദിക്കുന്ന ആൻസർ ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ പ്രോംപ്റ്റ് എടുക്കുക. അവിടെ നമ്മുടെ കോൺടെക്സ്റ്റും ക്വസ്റ്റ്യനും പറഞ്ഞു കൊടുക്കുക. കോൺടെക്സ്റ്റ് നമ്മൾ PDF കിട്ടുന്ന ആൻസറും ആ ക്വസ്റ്റ്യനും അത് നമ്മളെ LLM-ലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ആ ലാങ് ചെയിൻ ഇവിടെ കോൾ ചെയ്ത് നമ്മൾ ആദ്യം പ്രോംപ്റ്റ് പാസ് ചെയ്ത് പിന്നെ അതിന്റെ അപ്പുറം LLM പാസ് ചെയ്യും. ഏത് LLM പോലെ അപ്പൊ ചെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു, ചെയിൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അത് നമ്മളിവിടെ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സെറ്റ് ആക്കി വെച്ച് ഒരു വെക്ടർ ഡാറ്റ വെച്ചിട്ട്. ഇനി അടുത്ത വെച്ചാൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ എടുക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ എന്ന ഫംഗ്ഷനിലേക്ക് യൂസർ ക്വസ്റ്റ്യൻ പാസ് ചെയ്യും. ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എന്നിട്ട് നമ്മൾ ആ ചെയിൻ ഇൻവോക്ക് ചെയ്യും. ആ ചെയിനിനെ കോൾ ചെയ്യും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇവിടെ കോൾ ചെയ്ത ചെയിനെ ഇൻവോക്ക് ചെയ്യും. അപ്പൊ ചെയിൻ്റെ അകത്ത് നമ്മൾ പ്രോംപ്റ്റും നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനും പ്രോംപ്റ്റും പാസ് ആവും. അതിനനുസരിച്ച് ഒരു റെസ്പോൺസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ആ റെസ്പോൺസ് ഇവിടെ റിട്ടേൺ ചെയ്യും ഇവിടെ ആൻസർ റൈറ്റ്. എന്നിട്ട് ആൻസറിന് നമ്മളെ കുറച്ചും കൂടി ഒരു വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫോർ ലൂപ്പ് കുറച്ച് എന്തെല്ലോ വെച്ചിട്ട് കാണിക്കും. ഒരു ഇൻഡെക്സ് ആയിട്ട് കാണിക്കും. അത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഹലോ സർ. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ അതിന്റെ ഫ്രണ്ട് സ്ക്രീന്, ഈ പ്രോഗ്രാം, അതെല്ലാം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മള് ആ ഒരു റെക്കോർഡിംഗിൽ കിടക്കട്ടെ ആദ്യം മുതൽ അതിന്റെ ഔട്ട്പുട്ടിന്റെ കാര്യം പറയുക, പ്രോഗ്രാം കോഡിന്റെ പറയുക, ഈ ഇമ്പോർട്ട് ചെയ്ത ഫയൽസ് എന്തിനാന്ന് പറയുക, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ റെക്കോർഡിംഗിൽ കിടന്നോട്ടെ. ഓക്കെ, ഫസ്റ്റ് ഈ പ്രോഗ്രാം അറിയല്ലേ? അതെന്താ സംഭവം? ഫസ്റ്റ് OS, പിന്നെ ടോർച്ച് എന്തോ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ എംബെഡിങ്സ് ആക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ഫയലിലാകുമ്പോൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി ടോർച്ച് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ സ്ട്രീം ലൈറ്റ് നമ്മളെ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രീം ലൈറ്റ്. പിന്നെ ടൈപ്പിംഗ് എന്തോ ലിസ്റ്റ് ആക്കാനെന്ന് തോന്നുന്നു, അത് നോക്കാം. പിന്നെ വരുന്നത് ആ സ്ക്രീനിൽ ആ സ്ക്രീൻ വരുന്നത് സ്ട്രീം ലൈറ്റ് കൊണ്ടാണോ? ആ ഹെഡിങ്ങും സ്ട്രീം ലൈറ്റ് അതല്ല, സ്ട്രീം ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ഫീൽഡും എല്ലാം ഡിസൈൻ ചെയ്യുന്ന സ്ട്രീം ലൈറ്റ്. നമുക്ക് ഒന്ന് മാനുവലി ഡിസൈൻ ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫീൽഡ് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഡിസൈൻ ആയിട്ട് ഒരു ഇൻപുട്ട് ഫീൽഡ് വരും. ബട്ടൺ അങ്ങനത്തെ കുറെ സ്ട്രീം ലൈറ്റ് തന്നെ ഒരു സാധനമുണ്ട്. അപ്പം സ്ട്രീം ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ് ഫ്രെയിംവർക്ക് അല്ല യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ലാങ് ചെയിൻ്റെ അകത്തുനിന്ന് PDF ലോഡർ, PDF ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, PDF ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹഗിങ് ഫേസ് എബെൻഡിങ്സ്, അത് നമ്മൾ ഈ കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റിനെ എബെൻഡിങ്സിൽ കൺവേർട്ട് ചെയ്യാൻ ഹഗിങ് ഫേസ് എബെൻഡിങ്സ് യൂസ് ചെയ്യണം. പിന്നെ ഫയർസ് വെക്ടർ ഡാറ്റാബേസ്, നമ്മൾ വെക്ടർ സ്റ്റോർ യൂസ് ചെയ്യുന്ന ഫയർസ് ആണ്, മറ്റേ ഫേസ്ബുക്കിന്റെ. പിന്നെ ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്, നമ്മൾ കൊടുക്കുന്ന ചാറ്റ് ടെംപ്ലേറ്റ് ഇല്ലേ, മറ്റേ പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത പ്രോംപ്റ്റ്, അതിന്റെ ഒരു ടെംപ്ലേറ്റ് പറയുന്നത്. പിന്നെ ചാറ്റ് ഗ്രോക്ക് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ API അല്ല, ഗ്രോക്ക് API വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാറ്റ് ഗ്രോക്ക് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് ഫിൽറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് PDF ടെക്സ്റ്റിനെ ഓരോ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, ബ്ലോക്ക് ആയിട്ട്. അതിന്റെ സൈസ് താഴത്തെ പ്രോഗ്രാം ഉണ്ട്. എന്നിട്ട് ഫസ്റ്റ് മെയിൻ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം, ഡെഫ് മെയിൻ. അപ്പൊ മെയിൻ ഫയൽ നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർഫേസ് ഡിസൈൻ ചെയ്യേണ്ട കുറച്ച് കോഡ് കൊടുത്ത്, PDF പേജ് ടൈറ്റിലായിട്ട് PDF ക്വസ്റ്റ്യൻ ആൻസറിങ് ആയിട്ട് കൊടുത്ത്, അതേപോലെ അതിന് ഹെഡിങ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ആയി, പിന്നെ ആസ്ക് ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ഇതായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമുക്കൊരു PDF അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് PDF അപ്ലോഡ് ചെയ്യേണ്ട ഒരു എന്താ പറയാ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത്, അവിടെ നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് PDF സിസ്റ്റത്തിൽ നിന്ന് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ്
അത് ഈ സ്ട്രീം ലൈറ്റിന്റെ ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ st.met സൈഡ് ബാർ ഫയൽ അപ്ലോഡർ. അപ്പൊ നമുക്ക് ഇതിനകത്ത് PDF അപ്ലോഡ് ചെയ്യാൻ പറ്റും, ടൈപ്പ് ഓഫ് PDF. അതിനുശേഷം നമ്മൾ API കീ നമുക്ക് ഇത് റൺ ചെയ്യണ്ടെങ്കിൽ നമ്മൾ API കീയും കൂടി കൊടുക്കണം, എന്നാലേ ആ LLM പാസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ഗ്രോക്ക് API കീ കൂടി പാസ് ചെയ്താൽ മാത്രമേ ഇത് നമ്മൾ ടെക്സ്റ്റ് PDF പ്രോസസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് PDF ഫയൽ ആൻഡ് ഗ്രോക്ക് API, അപ്പൊ ഇത് രണ്ടും ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ ഈ മൊത്തം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യൂ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഗ്രോക്ക് API ആയിട്ടുണ്ടെങ്കിൽ ഒന്നും എക്സിക്യൂട്ട് ആവില്ല, അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ആയിരിക്കും. ഇപ്പൊ ഇത് രണ്ടും ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ, APIയും ഫയലും കൊടുത്താൽ, അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ആ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ആദ്യം ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഫയലിനെ ഗെറ്റ് ബഫർ എന്ന് വെച്ചാൽ ആ ഫയലിലുള്ള കണ്ടന്റ് മൊത്തം എടുത്തിട്ട് ഈ ടെമ്പ് text.pdf റൈറ്റ് ചെയ്യും. ടെമ്പ് text.pdf നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിലെ കണ്ടന്റ്സ് എല്ലാം റൈറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇനി ഈ ടെമ്പ് text.pdf കണ്ടന്റ് നമ്മൾ വെക്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനെ എംബെഡിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി അതെല്ലാം ഈ PDF ഫ്രാഗ് ഏജ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പൊ PDF ഫ്രാഗ് ഏജിന്റെ അകത്ത് എന്ത് ചെയ്യും, നമ്മൾ PDFന്റെ പാത്തും അതേപോലെ API കീ എല്ലാം പാസ് ചെയ്ത് PDF, പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ PDFലെ കണ്ടന്റിനെ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഓരോ ചങ്ക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ട്. അപ്പൊ അതോടെ ചങ്ക് സൈസ് 500 കൊടുത്ത് ഓവർലാപ്പ് 50 കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ ഇവിടെ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത സാധനത്തിൽ നമ്മൾ എംബെഡിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് ഹഗ്ഗിംഗ് ഫേസ് എംബെഡിങ്സ് യൂസ് ചെയ്ത് മോഡൽ എംബെഡിങ് മോഡൽ യൂസ് ചെയ്തിട്ട് ഇവിടെ കൂടെ അത് കൺവേർട്ട് ചെയ്യാൻ തോന്നും യൂസ് ചെയ്യുന്നത് CPU പ്രോസസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എംബെഡിങ്സ് ആക്കും. ആ എംബെഡിങ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യും, എംബെഡിങ്സ് ആയിട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, വെക്ടർ സ്റ്റോറിലേക്ക് സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് ഫയർസ് ഫ്രം ഡോക്യുമെന്റ് ടെക്സ്റ്റ് കോമ എംബെഡിങ്സ്, അതിന് നമ്മൾ വെക്ടർ സ്റ്റോറിലേക്ക് സ്റ്റോർ ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംബെഡിങ്സ് എല്ലാം. അതിനുശേഷം നമ്മൾ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം, നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റിംഗ് LLM ഏതാണ്. അപ്പൊ ഇവിടെ ഞാൻ self.lm ചാറ്റ് ഗ്രോക്ക് API വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചാറ്റ് ഗ്രോക്ക്. മോഡൽ നെയിം എന്ന് വെച്ചാൽ ലാമ ഒരു വെർഷൻ. അതേപോലെ തന്നെ അതിന്റെ API കീ നമ്മൾ താഴെ പാസ് ചെയ്ത് ഇൻപുട്ടായി കൊടുത്ത API കീ ഇവിടെ പാസ് ആവും. അപ്പൊ ഇവിടെ ഒരു ചാറ്റ് ബോട്ട് എന്താ ഇനീഷ്യലൈസ് ആവും, LLM മോഡൽ ഇനീഷ്യലൈസ് ആവും. അതിനുശേഷം നമുക്കൊരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് കിട്ടുന്നത്, അതാണ് ചാറ്റ് ഫ്രോം ടെംപ്ലേറ്റ് മുകളിൽ കോൾ ചെയ്ത ലൈബ്രറി. അതിനകത്ത് നമ്മൾ സിസ്റ്റം URL സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു അസിസ്റ്റന്റ് ഫോർ ടെക്സ്റ്റ് ബുക്ക് ആൻസറിംഗ് ഫോർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് പറയാം. അതേപോലെ തന്നെ അവിടെ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മാച്ചായി കിട്ടിയ കോണ്ടെക്സ്റ്റില് മറ്റു വെക്ടർ ഡാറ്റാബേസിൽ ആ കോണ്ടെക്സ്റ്റും കൂടി പാസ് ചെയ്യും, ക്വസ്റ്റ്യനും കോണ്ടെക്സ്റ്റും. പിന്നെ നമ്മൾ ചെയിൻ ഇനീഷ്യലൈസ് ചെയ്യാം, നമ്മളെ ലാങ് ചെയിനിൽ ചെയിൻ. അപ്പൊ ചെയിൻ ആയിട്ട് പാസ് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് പ്രോംപ്റ്റ് പാസ് ചെയ്യും, ആ പ്രോംപ്റ്റിന് നമ്മൾ LLM പാസ് ചെയ്യും. അപ്പൊ അവിടെ ചെയിൻ ക്രിയേറ്റ് ചെയ്യും, ലാങ് ചെയിൻ. അപ്പൊ ഇത്രേ അവിടെ ഇനീഷ്യലൈസേഷൻ നടക്കുകയുള്ളൂ. അതിന് ഈ PDF പാക്കേജ് ഉണ്ട്, ആ PDF ഒന്ന് സെറ്റ് ആക്കി. അതിനുശേഷം PDF സെറ്റ് ആക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഒരു യൂസർ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഔട്ട്പുട്ട് ജനറേറ്റ്. അപ്പൊ യൂസർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരു ഇൻപുട്ട് ഫീൽഡ് കൊടുത്ത് ഇപ്പൊ യൂസർ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ എൻ്റർ ചെയ്ത്, അപ്പൊ ആൻസർ എൻ്റർ ചെയ്താൽ തന്നെ ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത് ഇവിടെ RagAgent.answer question. ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഓക്കെ, ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്ത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നമ്മള് റിട്രീവ് കോണ്ടെക്സ്റ്റ് അപ്പൊ റിട്രീവ് കോണ്ടെക്സ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനും അതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്ടർ സ്റ്റോറിലെ സിമിലാരിറ്റി ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം കോണ്ടെക്സ്റ്റ് എടുക്കുക. അപ്പൊ ആ റിട്രീവ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്ത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വെക്ടർ സ്റ്റോറിൽ സിമിലാരിറ്റി സെർച്ച് എടുത്തു. നമ്മൾ കൊറി എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ ആണ് കൊറിയിട്ടുള്ളത്. ആ കൊറിന് മാച്ചായ വെക്ടർ സെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള സെയിം വേർഡ്സ് ഉണ്ടാവും, സിമിലാരിറ്റി ചെക്ക് സെർച്ച് ചെയ്തിട്ട് അതിൽ കിട്ടുന്നത് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും. അതാണ് നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ ആ PDF കിട്ടിയ ആൻസർ. എന്നിട്ട് ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യും, കോണ്ടെക്സ്റ്റ് ആയിട്ട് നമ്മളെ ചെയിനിൽ പ്രോംപ്റ്റിൽ കൊടുക്കും. പ്രോംപ്റ്റിൽ കോണ്ടെക്സ്റ്റും ക്വസ്റ്റ്യനും ഇല്ലേ, രണ്ട് ഫീൽഡില്. അപ്പൊ ആ കിട്ടിയ ക്വസ്റ്റ്യൻ കൊടുത്ത് അത് സിമിലാരിറ്റി സെർച്ച് ചെയ്തിട്ട് കിട്ടിയ കോണ്ടെക്സ്റ്റ് നമ്മൾ പ്രോംപ്റ്റിലേക്ക് പാസ് ചെയ്യും, കോണ്ടെക്സ്റ്റും ക്വസ്റ്റ്യനും.
എന്നിട്ട് അത് നമ്മൾ ചെയിൻ ഇൻവോക്ക് ചെയ്യും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ചെയിൻ പ്രോംപ്റ്റ് എല്ലാം. അപ്പം പ്രോംപ്റ്റ് റെഡി. അപ്പൊ പ്രോംപ്റ്റ് റെഡി നേരത്തെ തന്നെ LLM-ലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് ആ LLM പാസ് ചെയ്ത റെസ്പോൺസ് നമുക്ക് ഇവിടെ റിട്ടേൺ ചെയ്യും. ആ കിട്ടിയ റെസ്പോൺസ് കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രീം ലൈറ്റ് വെച്ചിട്ട് കുറച്ചും കൂടി വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യും. അത്രയും ചെയ്യാം. നമുക്ക് പിന്നെ ഒരു ഇതിന്റെ കാര്യം ചെയ്യാം. ഉം, നമുക്ക് ഒരു ചെറിയ സ്റ്റോറി, ഒരു 5-6 ലൈൻ ഉണ്ട്, അവിടെ ആ ഉം, PDF അതൊന്ന് റീപ്ലേസ് ചെയ്യും. PDF എഡിറ്റർ ഇല്ല. ഏഹ് PDF എഡിറ്റർ ഇല്ല. അല്ല, ഒരു PDF ക്രിയേറ്റ് ചെയ്താൽ പോരെ? ക്രിയേറ്റ് ചെയ്യാം. ഒരു ചെറിയ സ്റ്റോറി, ആ സ്റ്റോറി ഒന്ന് എന്നെ കാണിച്ചു തരും. സ്റ്റോറി എടുക്കാം. ഏഹ് നെറ്റിന്ന് ഒരു ഒരു ചെറിയ സ്റ്റോറി എടുക്കാം. ആ സ്റ്റോറി എന്നെ ഒന്ന് കാണിച്ചു തരും. ഒരു 5-6 ലൈനുള്ള സ്റ്റോറി.
ഋതുല് ഋതുൽ ഹലോ ഋതുൽ ഹലോ സാർ. ഋതുൽ ഇടയ്ക്ക് ലെഫ്റ്റ് ആയത് എന്താ? ലാപ്പ് ഫുള്ളായിട്ട് ഓഫ് ആയി സ്റ്റക്ക് ആയിപ്പോയി. ഓക്കെ ആ ഒരു ആ ഫയലേ ഒരു 5-6 ലൈനുള്ള ഒരു സ്റ്റോറി എടുക്കുക. ആ സ്റ്റോറി എന്നെ ഒന്ന് കാണിക്കുക, എന്നിട്ട് അത് PDF ആക്കുക. ഇതിൽ ഇപ്പോഴും പ്രോബ്ലം ഉണ്ടോ? ഹാങ് ആവുന്നുണ്ട് കുറച്ച് സിസ്റ്റം. നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യണോ? ആണോ? കുഴപ്പമില്ല. ഇപ്പം നേരത്തെ ആ വിഷ്വൽ സ്റ്റുഡിയോ കൂടെ ഓപ്പൺ ആക്കി വെച്ചോണ്ട് റൺ ചെയ്തോണ്ടിരുന്നതിന് ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇതായിപ്പോയി. നാളെ മറ്റന്നാൾ എക്സാം ഉണ്ടല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞു? അയ്യോ, വല്ല നോക്കാനുണ്ടോ? ഫൈനൽ സെമായിട്ട് പിന്നെ ഒരു സീരിയസ്നെസ് എല്ലാം പോയി. ഫൈനൽ സെമായിട്ട് സീരിയസ്നെസ് എല്ലാം പോയി. അങ്ങനെയാണോ? പ്ലേസ്മെന്റ് ഒക്കെ എന്തായി? പ്ലേസ്മെന്റ് USTന്റെ ഇന്റർവ്യൂ വരാണ്ട്, അത് മെയിൽ വന്നില്ല. USTയുടെ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ, വേറെ ഏതെങ്കിലും? ബാക്കി ടെക്നിക്കലായിട്ട് വേറെ വന്നിട്ടില്ല. ഒന്നും കൂടി ഉണ്ട് വേറൊരു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ TCSന്റെ വേറെ അതിന്റെ ഒന്നും റിസൾട്ട് വന്നില്ല? TCSന്റെ എഴുതണം, എക്സാം ആണ്. എക്സാം ഏറ്റവും അതിന്റെ ഇത് വരും. TCSനെ കണ്ട ഞാൻ ഒരു കോമൺ ടെസ്റ്റ് പോലെ എന്തോ ഒരു പരിപാടിയും കണ്ടായിരുന്നു. NQT എന്ന് പറഞ്ഞൊരു, എന്നിട്ട് അതിന്റെ സ്കോർ വെച്ച് ബാക്കിയുള്ളവർ എടുക്കും. കമ്പനീസ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ? ആണോ?
അതായത് താല്പര്യമുള്ളവർക്കൊക്കെ TCSന്റെ എക്സാം എഴുതാം, എന്നിട്ട് പിന്നെ ആ സ്കോർ നോക്കി അവരെടുക്കും. അങ്ങനെയാണോ? അത് ശരി. ഇപ്പൊ ഇതിൽ എന്ത് പറ്റി? ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാ? ഋതുല്, അപ്പൊ ഇത് ഷെയർ ചെയ്യണോ? സ്റ്റോറി ഏതാ? അയ്യോ, ഇത്രയും വലുതാകാവോ? ഇത് കുഴപ്പമില്ല, ഇത് കുറവല്ലേ? ഇത് കുഴപ്പമില്ല. Deep in the heart of ancient land, hidden from eyes of most, lay the whispering forest, a place where magic pulsed through the roots of trees and നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർക്കാം, എന്നിട്ട് അത് സെർച്ച് ചെയ്ത് ഉത്തരം പറയാം. ഓക്കെ, ഇതിനിടയ്ക്ക് ഒരു ലൈൻ കൊടുക്കാം, ഒരു ലൈൻ കൊടുക്കാം. മമ്മൂട്ടി കിൽഡ് ബൈ മോഹൻലാൽ, ഒരു ലൈൻ കൊടുക്കും. ഇടക്കല്ലേ? ആ, ഇടയ്ക്ക്. മമ്മൂട്ടി കിൽഡ് ബൈ മോഹൻലാൽ. വേറെ എന്തെങ്കിലും കാര്യം കൂടെ കൊടുത്തുതരാം. ഹു വിൽ ബി ദ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ? വേണ്ട, നമുക്കൊരു ക്വസ്റ്റ്യൻ വേണ്ട. പിണറായി വിജയൻ ഇസ് ദ ചീഫ് മിനിസ്റ്റർ. അല്ലല്ല, നമുക്ക് അത് വേണ്ട. നമുക്ക് ആ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ അത് നോർമലി കിട്ടുന്നതാ. അത് വേണ്ട, ആ ലൈൻ വേണ്ട. നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. പ്രേം നസീർ, പ്രേം നസീർ ഇസ് ആക്ടഡ് ഇൻ. ഒരു പുതിയ ഫിലിമിന്റെ പേര് പറയുക. പുതിയ ഫിലിം ഇറങ്ങാൻ പോന്നെ ഏതാ? ലൂസിഫർ. പ്രേം നസീർ ഇസ് ആക്ടഡ് ഇൻ ലൂസിഫർ. പ്രേം നസീർ ഇസ് ആക്ടഡ് ഇൻ ലൂസിഫർ. അപ്പോ നമ്മള് സാധാരണ പുറത്ത് കിട്ടാത്ത രണ്ട് ഇൻഫർമേഷൻ അത് ചേർത്ത്. ഓക്കെ, അപ്പോ നമ്മളൊന്ന് ക്വയറി ചെയ്യാം. ഹു വാസ് കിൽഡ് ബൈ മമ്മൂട്ടി, അതേപോലെ തന്നെ ഹു വാസ് കിൽഡ് ബൈ മോഹൻലാൽ എന്ന് ചോദിക്കും. Does Prem Nasir acted in Lucifer? Or who are the actors in Lucifer? ഒരു മൂന്നാല് തിരിച്ചും മറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മൾ. ഓക്കെ, അത് നമ്മളുടെ പേപ്പറിൽ മാത്രമേ ഉള്ളത്, പുറത്ത് അവൈലബിൾ ആയിട്ടുള്ളതല്ല അത്. ഓക്കെ, നമ്മളുടെ PDF മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആ 2 ലൈൻ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ക്യൂർ ചെയ്യാം. സംഭവം മനസ്സിലായല്ലോ അല്ലേ? അത് എക്സ്റ്റേണൽ ഫയൽ എടുക്കണ്ട, നമ്മുടെ PDF ബേസ് ചെയ്ത് വേണം പറയാൻ. ഇപ്പോ 1 മിനിറ്റ് ആയി. ഞാൻ ഗൂഗിൾ മീറ്റ് ഇടാം. ഓക്കെ,
അധികം നിക്കുന്നോന്നില്ല, റൺ ചെയ്യാൻ നല്ല പണി. ചെയ്യാൻ ഹാങ് പറ്റില്ലേ? ആയിട്ടുള്ള ചെയ്യാൻ പറ്റില്ലേ? കുറച്ച് ടൈം ചെയ്യുന്ന പ്രശ്നം, കുറച്ച് ടൈം എടുക്കും റൺ ആ, ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ ഇപ്പോഴേ ഇത് ഷട്ട് ഡൗൺ അല്ല, സിസ്റ്റം റീബൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഗൂഗിൾ മീറ്റ് ഇട്ടുമ്പോഴത്തേക്ക് കയറിയാൽ മതി. ഓക്കെ, ഓക്കെ. എക്സിറ്റ് ആയിക്കോ.